ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ജോർജറ്റ് ഹക്കോബ മെറ്റീരിയൽ വരുന്നൊരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇത് സെറ്റോട് കൂടിയുള്ളതാണ്. ഇതിൻ്റെ പാൻറ്റാണിത്. പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ആണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഷാളാണ്. നമ്മൾ ജോർജറ്റ് ഹക്കോബ മെറ്റീരിയൽ ഫ്രണ്ടിൽ വരും, ബാക്കിൽ പ്ലെയിൻ ജോർജറ്റ് ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട്. കണ്ടില്ലേ, ഫ്രണ്ടിൽ ഈ ജോർജറ്റ് ഹക്കോബ മെറ്റീരിയലും ബാക്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റുമാണ് വരുന്നത്. ഒരു സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിലായിട്ട്. ലൈനിങ്ങിനായിട്ട് ക്രേപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പാൻറ്റിനും ക്രേപ്പ് ക്ലോത്താണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി നമുക്ക് തുണിയെല്ലാം മടക്കി ഇട്ടതിന് ശേഷം അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ തുണി 4 മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ മടക്കുവശമാണ് വന്നത്. 2 പീസ് വരുന്നുണ്ട്, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും. ഇത്രയും ലെങ്താണ് വരുന്നത്. ഇവിടെ മടക്കുവശം ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പൺ സൈഡ് 4 പീസ് വരുന്നുണ്ട്. 1 2 3 4. ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചാനലിൽ ഇതിനു മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴെ വശത്തൊന്ന് ലെവലാക്കി ഒന്ന് വരച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് എത്രയാണോ ചുരിദാറിന് സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞ് കിട്ടേണ്ട ലെങ്ത്, അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ചാണ് നമ്മൾ ലൈനിങ്ങിലേക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടേണ്ട ലെങ്ത് 40 ഇഞ്ചാണ്. അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ച് 37 ഇഞ്ചാണ് ഞാൻ ലൈനിങ്ങിലേക്ക് ആദ്യം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതുപോലെ താഴ്വശത്തൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ടേപ്പ് വെച്ച് 37 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, 2 അറ്റത്തായിട്ട്. പിന്നീട് ആ പോയിന്റുകൾ ചേർത്ത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഈ മടക്ക് വശത്തു നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് മടക്ക് വശത്തു നിന്നും. പിന്നീട് ആം ഹോളിൻ്റെ ലെങ്തും 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇവിടുത്തെ വീതി തന്നെ ഇവിടെയും കിട്ടാനായിട്ട് നമ്മൾ ഒന്നോടൊന്ന് 7 ഇഞ്ച് മടക്ക് വശത്തു നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അവിടെ 2 പോയിന്റുകളും ചേർത്തൊന്ന് വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് നീട്ടി നമ്മൾ ഒന്നുകൂടെ വരച്ചെടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് 9.5 ഇഞ്ചാണ്. ലൂസും എല്ലാം കൂടെ ചേർത്തുള്ളത് 9.5 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്തു. പിന്നീട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇനി ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ആം ഹോൾ ലെങ്ത് 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ പകുതി 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആ 3.5 ഇഞ്ചും ആദ്യത്തെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും വരുന്ന രീതിയിൽ 2 പോയിന്റും ചേർന്ന് വരുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ച് ഇതുപോലെ കർവ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി 3.5 ഇഞ്ചിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളൊന്ന് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ആം റൗണ്ട് കറക്റ്റ് ഉണ്ടോ എന്നൊന്ന് അളന്ന് നോക്കണം. 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ആം റൗണ്ട് ഇതുപോലെ നമ്മളൊന്ന് റൗണ്ടിൽ അളന്ന് നോക്കി നമുക്ക് കിട്ടേണ്ട ആം റൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വേസ്റ്റ് ലെങ്ത് 12.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് ഹിപ്പ് ലെങ്ത് 19.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് ആഡ് ചെയ്ത് 20 ഇഞ്ച് 19.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് 1/2 ഇഞ്ച് കുറഞ്ഞോളും. പിന്നീട് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക 9 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. ഹിപ്പ് റൗണ്ട് അതായത് സ്ലിറ്റിൻ്റെ അവിടുത്തെ റൗണ്ട് 10 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പ്. സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മളവിടെ 1 ഇഞ്ചേ കൊടുക്കത്തുള്ളൂ. ഇനി ആദ്യത്തെ പോയിന്റുകൾ ചേർത്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നീട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുത്തെ പോയിന്റുകൾ യോജിപ്പിച്ച് വരച്ചെടുക്കുവാണ്. അവിടെയാണ് നമ്മൾ തയ്യൽ തുമ്പിനായിട്ടുള്ള പോയിന്റാണ്. സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബോട്ടം വിഡ്ത്ത് കൊടുക്കണം. നമ്മൾ മൊത്തം ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ എത്രയാണെന്ന് നോക്കുക. 11 ഇഞ്ചാണ് എനിക്ക് മൊത്തം കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ആ 11 ഇഞ്ച് തന്നെ നമ്മൾ താഴ്വശത്ത് ഏറ്റവും അടിവശത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് പിന്നീട് 1 ഇഞ്ച് എക്സ്ട്രായും കൂടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ 2 പോയിന്റുകളും ചേർത്തൊന്ന് വരച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തത് സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റുമായിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ചെടുക്കുവാണ് ഇങ്ങനെ. അങ്ങനെ നമ്മൾ ലൈനിങ്ങിൽ അളവുകളെല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
ഇവിടെ ഞാൻ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് മുട്ടിപ്പൻ കുത്തിയെടുക്കുന്നുണ്ട്. കാരണം തെന്നിപ്പോകുന്ന ക്ലോത്ത് ആയതുകൊണ്ട് മടക്കുവശത്തായിട്ട് 2-3 മുട്ടുസൂചി ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് കട്ട് ചെയ്തു, ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്തു, താഴേക്ക് കട്ട് ചെയ്ത് പോകാവുന്നതാണ്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വശമില്ലാത്തതുകൊണ്ട് താഴ്വശത്തു നിന്ന് കട്ട് ചെയ്ത് വരുവാണ്. കറണ്ട് പോയി, കറണ്ട് വന്നു. ഇനി നമുക്ക് ആ സ്ലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോച്ചിട്ട് കൊടുക്കാം കറക്റ്റ് അറിയാനായിട്ട്. 4 പീസും കൂടി ചേർത്ത് വെച്ചൊരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് മാറ്റി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിനായിട്ട് നമ്മൾ ഒരു പീസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇത് പെട്ടെന്ന് തെന്നി പോകുന്ന ഒരു തുണിയാണ് ക്രേപ്പും. അതുപോലെ തന്നെ ഇതിനെക്കാട്ടിലും തെന്നിപ്പോകുന്ന തുണിയാണ് ജോർജറ്റിൻ്റെത്. നമ്മളതുകൊണ്ട് പിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടണമെന്നില്ല. കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ആം ഹോളിൻ്റെ 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്തതല്ല, അതൊന്ന് കട്ട് ചെയ്ത് വെക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ്. ആ ഫ്രണ്ട് പീസ് നമ്മൾ മടക്കി മാറ്റി വെക്കുവാണ്. നമ്മൾ ബാക്ക് പീസ് വെച്ചാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനായിട്ട് ബാക്ക് പീസിൽ നമ്മൾ ഒന്ന് പിൻ ചെയ്തെടുക്കുവാണ് കറക്റ്റായിട്ടൊന്ന്. ഈ ബാക്ക് പീസ് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പിൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ഒന്ന് നിവർത്തിയിട്ട് ഒന്ന് നോക്കാം. ഇവിടെ മെയിൻ ക്ലോത്തിൽ ഫ്രണ്ടിൽ ജോർജറ്റ് ഹക്കോബ മെറ്റീരിയലും ബാക്കിൽ പ്ലെയിൻ ജോർജറ്റ് മെറ്റീരിയലും ആണ് വരുന്നത്. ഫ്രണ്ടിലാണ് സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട്. ഞാനിതൊന്ന് നിവർത്തിയിട്ട് കാണിക്കാം. ഫ്രണ്ടിൽ വരുന്ന തുണി കണ്ടില്ലേ, ഇതാണ് ഫ്രണ്ടിലായിട്ട് വരുന്നത്. എന്നാൽ ബാക്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത്. ഇവിടെ സെൻറ്റർ ഭാഗത്തൊരു ലൈൻ പോലെ വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കിയിട്ടല്ല കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ബാക്ക് പാർട്ട് പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിനുള്ള തുണി നമുക്ക് ഇതിൽ നിന്ന് മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസിൻ്റെ ആ ലൈനിങ് ക്ലോത്ത് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ മെയിൻ ക്ലോത്ത് നമ്മൾ ജോർജറ്റിൻ്റെ കറക്റ്റായിട്ട് രണ്ടായിട്ടൊന്ന് ഇതുപോലെ മടക്കിയിട്ടെടുക്കുവാണ്. ഒരുപോലെ ഇട്ടൊന്ന് മടക്കിയിട്ടെടുക്കുവാണ്. ഒരു വശം മടക്കി വരുമ്പോഴത്തേക്ക് അടുത്ത വശം തെന്നിപ്പോവും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് മടക്കിയെല്ലാം ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റ് ലെവലിൽ തന്നെ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഒപ്പത്തിന് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പം മെയിൻ ക്ലോത്ത് എത്താതെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് തെന്നിപ്പോകുന്ന ടൈപ്പ് ക്ലോത്താണ്. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അളവിൽ വെച്ച് കട്ട് ചെയ്യാതെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് എപ്പോഴും കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ലെവലാക്കി ഒന്ന് ഇട്ടെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ ബാക്ക് പീസിനുള്ള തുണി കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. കറക്റ്റ് ലെവലിലാണ് താഴ്വശം എല്ലാം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എത്രയാണ് ചുരിദാറിന് വേണ്ടുന്ന ലെങ്ത് അതിൻ്റെ കൂടെ എക്സ്ട്രാ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇവിടെ താഴ്വശത്ത് എനിക്ക് ഒരു ലോക്ക് ചെയ്ത രീതിയിലാണുള്ളത്. അതുകൊണ്ട് താഴ്വശം എനിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട. അതുകൊണ്ട് ഞാൻ ലെങ്തിൻ്റെ അവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. 40 ഇഞ്ചാണ് ലെങ്ത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 40.5 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ 1 ഇഞ്ചും കൂടെ 1.5 ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 40 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 41.5 ഇഞ്ച് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇവിടെ എനിക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട. അതുകൊണ്ടാണ് ഞാൻ 40 ഇഞ്ചിൻ്റെ
കൂടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള അരയിഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെ ലെങ്ത് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസ് വെച്ച് അതേ അളവിലല്ല, അതിനെക്കാട്ടിലും കുറച്ച് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് അല്ലെങ്കിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആ ലെങ്ത് മാർക്ക് ചെയ്ത കറക്റ്റ് ആ ലൈൻ വരച്ച് അവിടെയായിട്ടാണ് കൊണ്ടുവന്ന് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ആ ലൈനിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മളൊന്ന് വെച്ചെടുക്കുവാണ്. മെയിൻ ക്ലോത്ത് താഴേക്ക് നോക്കുമ്പോൾ എക്സ്ട്രാ ഉണ്ട്, അത് കറക്റ്റ് ആ ലൈനിങ് ക്ലോത്തിൻ്റെ അതേ ലെവലിൽ തന്നെ നമ്മളങ്ങ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മടക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ബാലൻസ് ഉള്ള തുണി ഒന്ന് നിവർത്തിയിട്ടെടുക്കുവാണ്. അതിൻ്റെ താഴ്വശത്തായിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. അത് ബോട്ടം ഫ്രണ്ടിൽ താഴ്വശത്തായിട്ട് ഈ വർക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ തുണി കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരു സ്കാലപ്പ് വർക്ക് കൂട്ടാണ് താഴ്വശത്ത് എൻഡിലായിട്ട് വരുന്നത്. നമുക്ക് തുണി ഇത് രണ്ടായിട്ടൊന്ന് മടക്കിയിടാം. മടക്കിയിടുമ്പോൾ സെൻറ്റർ ഭാഗം എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കി വേണം നമ്മൾ മടക്കിയിടാനായിട്ട്. കാരണം അവിടെ ലൈൻ പോലെ വരുന്നുണ്ട്. കറക്റ്റ് അതല്ല, സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് മടക്കിയിട്ടെടുക്കാം. ജോർജറ്റ് പോലെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ നമുക്ക് മടക്കിയിടാൻ തന്നെ കുറച്ചേറെ ടൈം എടുക്കും. കാരണം അത് കറക്റ്റായിട്ട് ലെവലാക്കി ഇട്ടെടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു വശം മടക്കിയിട്ടെല്ലാം ലെവലാക്കി വരുമ്പോഴത്തേക്ക് അടുത്ത വശം എന്തായാലും ചുളുങ്ങിയിരിപ്പുണ്ടാവും. അത് ലെവലാക്കി വരുമ്പോൾ വേറെ വശം. അതുകൊണ്ട് ജോർജറ്റ് പോലെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് കുറച്ചേറെ ടൈം എടുക്കും മടക്കിയിട്ട് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഞാൻ മടക്കിയിട്ടെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ താഴ്വശത്തൊരു വർക്ക് പോലെ വരുന്നുണ്ട്, ഒരു സ്കാലപ്പ് വർക്ക് പോലെ വന്നിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട. നമുക്ക് താഴ്വശത്തു നിന്നും ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ 40 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ചേർത്ത് 40.5 ഇഞ്ച് ഞാൻ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളിവിടെ 40.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. രണ്ടറ്റത്തും നമ്മൾ 40.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് നീക്കി ഒന്നുകൂടെ ഞാനിന്ന് 40.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് അവിടെ ഒരു ലൈൻ വരച്ചെടുത്ത് ആ ലൈനിലായിട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ലൈനിങ് പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കുന്ന ഫ്രണ്ട് പീസ്. ലൈനിങ് പീസ് നമ്മൾ കറക്റ്റായിട്ട് ആ ലൈനിലേക്ക് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുത്ത് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്നുമാണ് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്ത് തുടങ്ങുന്നത്. പിന്നീട് സൈഡിലേക്ക് വേസ്റ്റിൻ്റെ അവിടെയും ഹിപ്പിൻ്റെ അവിടെയെല്ലാം നമ്മൾ എക്സ്ട്രാ ഇട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള എക്സ്ട്രാ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ലൈനിങ് ക്ലോത്ത് കറക്റ്റായിട്ട് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്കെല്ലാം മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്ത് അവിടെ നമ്മൾ ആ ലൈൻ വരച്ച അവിടെ നിന്നുമാണ് കട്ട് ചെയ്ത് പിന്നീട് ആം ഹോളിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെയും ചെസ്റ്റിൻ്റെ അവിടെ എല്ലാം എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്ത് ഫ്രണ്ട് പീസ് നമ്മൾ മടക്കി മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ ആം റൗണ്ട് എന്ന അളന്ന് നോക്കിയതിന് ശേഷമാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ടിങ്ങിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. നമ്മൾ എല്ലാത്തിൻ്റെയും സെൻറ്റർ ഭാഗത്തൊരു നോച്ചിട്ട് കൊടുക്കുവാണ്. ബോഡി പാർട്ടിലെല്ലാം കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം സെൻറ്റർ ഭാഗത്തൊരു കട്ടിങ് ഇട്ട് കൊടുക്കുവാണ്. ലൈനിങ്ങിലും കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിലും കട്ടിങ് ഇട്ട് കൊടുത്തു.
ഇനി നമുക്ക് ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കണം. നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനുള്ള 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ലൈനിങ്ങിലെ ബാക്ക് പാർട്ടിൻ്റെ ആം റൗണ്ട് ഒന്ന് അളന്ന് നോക്കുവാണ്. ലൈനിങ്ങിലാണ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ലൈനിങ്ങിലെ ആം റൗണ്ട് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുവാണ്. നമ്മൾ ഈ അളന്നത് വെച്ചാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്ന് നോക്കിയതിന് ശേഷം എത്രയാണോ കിട്ടുന്നത് അത് ഓർത്ത് വെച്ചേക്കണം. അത് വെച്ചാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. 1-2 പ്രാവശ്യം ഒന്ന് അളന്ന് നോക്കണം. ഇനി നമുക്കിത് മടക്കി മാറ്റി വെച്ചേക്കാം. ആദ്യം നമുക്ക് ലൈനിങ് ക്ലോത്തിലേക്ക് സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം അത് വെച്ച് വേണം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ കട്ട് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള പീസിൽ നിന്ന് നമുക്ക് ലൈനിങ് ക്ലോത്ത് മടക്കിയിട്ടെടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 2 പീസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2 സ്ലീവിനായിട്ടും ഉള്ളതാണ്. കറക്റ്റായിട്ടൊന്ന് ഇട്ടെടുത്തതിന് ശേഷം ഇതിനെ ഒന്നുകൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ മടക്ക് വശം എൻ്റെ നേർക്കാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ എത്രയാണോ ആം റൗണ്ട് അളന്നെടുത്തത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചുള്ള അളവ് ഇങ്ങനെ മടക്കി ഇട്ടുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആം റൗണ്ട് 10 ഇഞ്ചാണെങ്കിൽ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 9 ഇഞ്ച് വീതി നമുക്കിങ്ങനെ മടക്കി ഇടുമ്പോൾ കിട്ടണം. നിങ്ങൾ നിങ്ങളുടെ ആം റൗണ്ട് അളന്ന് നോക്കിയതിന് ശേഷം അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചുള്ള വീതി തുണി മടക്കി ഇടുമ്പോൾ വീതി ഉണ്ടാവണം. ഇനി നമുക്ക് സൈഡ് വശത്തുനിന്ന് ലെവലാക്കി വരച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത് വന്നിട്ട് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ 1/2 ഇഞ്ചും പിന്നെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച്, അതാണ് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തത്. പിന്നീട് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ആം റൗണ്ട് 10 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് ഉള്ള 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നീക്കി നമ്മളൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് ആ 3.5 ഇഞ്ചിൽ നിന്നും സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്ത് അവിടേക്ക് ഒരു ചരിച്ചൊരു ലൈൻ വരച്ചെടുക്കുവാണ്. നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തത് അത് ആ ഓപ്പൺ സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് 1.5 ഇഞ്ച്. ബാലൻസ് എത്രയുണ്ടെന്ന് നോക്കുക. അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. മടക്കുവശത്ത് നിന്നും 1/4 ഇഞ്ച് വെളിയിലേക്ക് കുഴിച്ച് ആ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നും 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് അവിടേക്ക് കൊണ്ടുവന്ന് യോജിപ്പിക്കുക. പിന്നീട് ബോട്ടം റൗണ്ട്, സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തിൽ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് നിവർത്തി ഇട്ടതിന് ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നീട് ആ കട്ട് ചെയ്ത് അറിയാനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ അവിടെ സൈഡിലായിട്ടൊരു നോച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലും സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് മെയിൻ ക്ലോത്തിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ സ്ലീവിനായിട്ട് കിട്ടുന്നുള്ളൂ. ആ തുണി നമ്മൾ 4 മടക്കിയിട്ടെടുക്കുവാണ്. സ്ലീവിന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് മടക്കിയിട്ടെടുക്കുവാണ്. ആദ്യം നമ്മളിവിടെ 2 ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തിനെ. പിന്നീട് കറക്റ്റായിട്ട് ഒരുപോലെ ഇട്ട് മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ടെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ 2 സ്ലീവിനുള്ള തുണി മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തും ബോഡി പാർട്ടും സ്ലീവും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാനിവിടെ നെക്കും വിടുത്ത് നെക്ക് ലെങ്ത് എല്ലാം മാർക്ക് ചെയ്ത് ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് ക്ലോത്ത് വെച്ച് ആ ലൈനിങ് ക്ലോത്തിൻ്റെ 1/4 ഇഞ്ച് സൈഡിലൂടെ നമ്മൾ നെക്കിൻ്റെ ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത് എല്ലാം മാർക്ക് ചെയ്തെടുത്തത്. അതിനുശേഷം 1/4 ഇഞ്ച് നിർത്തി നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇവിടെ നമ്മൾ ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കാതെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക്
ആ കോൺ ഷേപ്പിലെല്ലാം ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ കട്ടിങ്, സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടിങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലൈനിങ് ക്ലോത്തിനെ ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് എടുത്തതിന് ശേഷം ആ നെക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓരോ കോൺ ഷേപ്പിൻ്റെ അവിടെ വരുമ്പോഴും നമ്മൾ സൂചി കുത്തി നിർത്തി പ്രഷർ ഫുട്ട് പൊക്കി തുണി തിരിച്ചതിന് ശേഷം വേണം പ്രഷർ ഫുട്ട് താഴ്ത്തി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് പേപ്പർ ഒന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ, ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഞാൻ സ്റ്റിച്ചിങ് കാണിക്കുന്നുള്ളൂ. 1/4 ഇഞ്ച് നീക്കി ഒരു സ്റ്റിച്ചും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. ചുരിദാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്തതല്ല. പിന്നെ വീഡിയോ എടുത്തത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പാൻറ്റിൻ്റെ എല്ലാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേറെ വീഡിയോകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കസ്റ്റമർ ഇട്ടുള്ള ഫൈനൽ ലുക്ക് വരുന്നത്.